ഇപ്പൊ ഈ സൈലം പോലത്തെ കോൺസെപ്റ്റ് കേരളത്തിലോ ഇന്ത്യയിലോ ആദ്യമായിട്ടുള്ള അല്ലല്ലോ. പക്ഷെ സൈലം പോലെയുള്ള സക്സസ്ഫുൾ ആവാൻ കാരണം അതൊരു ഫാക്ടർ ആണല്ലോ. അപ്പൊ വൈ ഓൺടർപ്രണർഷിപ്പ് ഇൻ യുവർ പോയിന്റ്? അല്ല, ഇപ്പൊ എല്ലാവരും പറയും അതിനെങ്കിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതുപോലെ ഒരുപാട് ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അതിൽ വ്യത്യസ്തമായി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റീഷൻ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അവിടെ ഇറങ്ങാതിരിക്കുന്നതിലൊരു കാര്യമില്ല. കോമ്പറ്റീഷൻ ഉണ്ടോ, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടുക, ഏറ്റവും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ പിന്നീട് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. സൈലം എന്ന സമയത്ത് ഇപ്പം സൈലം എന്ന് പറയുന്ന ഞാനിവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും റീജിയണൽ ആയിട്ടുള്ള ഒരു എട്ടെക് സ്പേസ് ഇവിടെ ആരും യൂസ് ചെയ്യുന്നില്ല. ഓൺലൈനിൽ അത്രത്തോളം ആരും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പം ഒരുപാട് കോമ്പറ്റീറ്റർ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി യൂസ് ചെയ്ത സൈലം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ചെയ്യുന്നത്. ആ സമയത്ത് ഒരുപാട് കോമ്പറ്റീഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെയും നമുക്ക് ഏറ്റവും നമ്മുടെ എൻ യൂസേഴ്സിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മുമ്പോട്ട് പോകും. പിന്നെ ഓൺടർപ്രണർഷിപ്പ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും സ്കെയിൽ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റിയത് എന്റെ ഒരു ഡിസിഷനിൽ നിന്ന് വന്നൊരു കാര്യമാണ്. സ്കെയിലബിലിറ്റി എന്നൊരു ഫാക്ടർ ഉണ്ട്, ഇത്രയും ആളുകളിലേക്ക് എത്തുക എന്നുള്ളത്. പിന്നെ ജോബ് ക്രിയേറ്റർ എന്നുള്ളൊരു സാധനം അതിൽ വളരെ 2700 സ്റ്റാഫ് സൈലത്തിലുണ്ട്. അപ്പൊ അത്രയും ഒരു ജോബ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്. അത്ര ആൾക്കാർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, എല്ലാ മാസം അവസാനം അല്ലെങ്കിൽ മാസം ആദ്യം അത്ര എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് ഡേ പോലും മാറാതെ നമ്മൾ കൊടുക്കാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. പിന്നെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി, പല ആളുകൾക്കും എന്താണ് എന്നേക്കാൾ ഫാൻ ഫോളോയിങ് ഉള്ള ആളുകൾ എന്റെ ടീച്ചേഴ്സ് ആയിട്ടുണ്ട്, ആളുകളുണ്ട്. അപ്പം അവരെല്ലാവരും ആക്ച്വലി വന്നത് സൈലം എന്ന പ്ലാറ്റ്ഫോം വന്നപ്പോഴാണ് അവരൊക്കെ പുറത്തേക്ക് വന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ് ഈ ഓൺടർപ്രണർഷിപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറഞ്ഞത്.